പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ചു നേരം പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് വേഗം പ്രവേശിക്കുകയാണ്. ഓരോ ശനിയാഴ്ചകളിലും അസംഖ്യം കുടുംബങ്ങളിൽ, 10,000-കണക്കിന് കുടുംബങ്ങളിലിരുന്ന് ഞായറാഴ്ച ഷാലോം ചാനലിൽ അഭിഷേകത്തിന് കാണുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അട്ടപ്പാടി സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വൈദികരും സിസ്റ്റേഴ്സും പലരും PDM-ലും SJM-ലൊക്കെ ഒത്തിരി പേര് ഇതിനു വേണ്ടി ഉപവാസങ്ങളും വിശുദ്ധ കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു അനുഗ്രഹം ഇപ്പോൾ ഈ വചന ശ്രവണ സമയത്ത് തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും കർത്താവ് പകർന്ന് തരുന്ന ദൈവ കരുണയുടെ ഒരു അനുഭവമായി കർത്താവ് രൂപാന്തരപ്പെടുത്താൻ പോവുകയാണ്. രോഗികളുടെ മേൽ വലിയ സൗഖ്യം, അന്ധകാര ബന്ധനം ഇരിക്കുന്നവന് വിടുതൽ, സങ്കടത്തിരിക്കുന്നവർക്ക് ആശ്വാസം, പലതരത്തിൽ തടസ്സങ്ങളിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറി വിടുതൽ, വലിയ കാര്യങ്ങൾ കർത്താവിൻ്റെ കരുണയാൽ സംഭവിക്കാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി കുറച്ചു നേരം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധദാസനം യേശുവിന്റെ നാമത്തിൽ രോഗശാന്തികൾ നിറയാ, അടയാളങ്ങൾ കാണാൻ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ശക്തി അയക്കണമേ. ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത്, ആഗതമാകട്ടെ വേഗം പുതിയ പെന്തക്കോസ്ത്. 2 കരങ്ങൾ ഉയർത്തി എല്ലാ ക്ഷീണങ്ങളും സമർപ്പിച്ച് മന്ദത, മരവിപ്പ്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം മാറിപ്പോകട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ശക്തികൾ പകർന്നു നൽകിയ
പാഷണ്ഡതകൾ തകരട്ടെ. ദുഷ്ടശക്തികൾ പകർന്നു നൽകിയ പാഷണ്ഡതകൾ തകരട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീരി ചാമ്പലായി പോകട്ടെ. അഭിഷേകാഗ്നിയിൽ എരിഞ്ഞു നീരി ചാമ്പലായി പോകട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. കത്തട്ടെ തീ കത്തട്ടെ, കത്തി കത്തി പടരട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ. അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ. ആഗതമാകട്ടെ വേഗ പുതിയ ബന്ധ, കൈകൾ ഉയർത്തി കൈയടിച്ച് ആഗതമാകട്ടെ വേഗ പുതിയ ബന്ധ ക്രിസ്ത. 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 പുതിയ ബന്ധ ക്രിസ്ത. പുതിയ ബന്ധ ക്രിസ്ത. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ, ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ, സൗഖ്യങ്ങൾ നൽകണമേ, ഉണർവ് നൽകണമേ, ജ്ഞാനം നൽകണമേ, വിശുദ്ധി നൽകണമേ, അനുതാപം നൽകണമേ, പ്രത്യാശ നൽകണമേ, സൗഖ്യം നൽകണമേ, വലിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ, വിശ്വാസം നൽകണമേ. ആരാധന 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 ആരാധന. തിന്മയുടെ കോട്ടകൾ തകരട്ടെ, അന്ധകാര ബന്ധനങ്ങൾ തകരട്ടെ, നിരാശ തകരട്ടെ, ഹൃദയഭാരങ്ങൾ നീങ്ങട്ടെ, കർത്താവിന്റെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമുക്ക് ചിന്തിക്കാൻ നൽകിയിരിക്കുന്ന വിഷയമാണ് പാപികൾ കാലിടറി വീഴുന്ന പാത. ഹോസിയ പ്രവചനത്തിൽ 14-ാം അധ്യായം 8-9 തിരുലിഖിതങ്ങൾ. അവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി ദൈവം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വഴികൾ ഋജുവാണ്, നീതിമാന്മാർ സസന്തോഷം അതിലൂടെ സഞ്ചരിക്കുകയാണ്. എന്നാൽ പാപികൾ അവിടെ കാലിടറി വീഴുന്നു. ദൈവവചന ഭാഗത്തിൽ നമുക്ക് വായിച്ചു കേൾക്കാം. ബുക്ക് ഓഫ് ഹോസയ ചാപ്റ്റർ 14 വേഴ്സസ് 8 and 9. എഫ്രായിം, വിഗ്രഹങ്ങളുമായി നിനക്കെന്ത് ബന്ധം? നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരള മരം പോലെയാണ് ഞാൻ. നിനക്ക് ബലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഇതിൽ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ദൈവമാണ് നമുക്ക് ബലം തരുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കണം. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. ഇത് ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. 100% വിശ്വസിച്ച് ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കണം. ഞാനാണ് നിനക്ക് ഫലം തരുന്നത്. ജ്ഞാനമുള്ളവൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. തുടർന്നുള്ള വചനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവേകമുള്ളവൻ അറിയുക, കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്, നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു. പാപികൾ അവയിൽ കാലിടറി വീഴുന്നു. പാപികൾ കാലിടറി വീഴുന്ന പാതയാണ് ഹോസിയ 14:9. എന്നാൽ നീതിമാന്മാർക്കോ ദൈവത്തിൻ്റെ വഴി ഋജു, എന്താ പറഞ്ഞാൽ ഋജു, നേർവഴി, നേർരേഖ, ഒരു നൂല് കെട്ടിപ്പിടിച്ചതുപോലെ കറക്റ്റ് കണ്ണു പൂട്ടി നടക്കാം, കണ്ണു അടച്ച് നടക്കാം, എവിടെയും തട്ടി വീഴില്ല. ദ സെയിം പാത, ഒരേ വഴി, അതേ വഴി. പാപികൾക്കോ കാല് തട്ടി അലച്ച് തല്ലി വീണ് ഉരുണ്ട് പരണ്ട് ഒരു തവിട് പൊടിയാകുന്ന പാതയാണത്. പാപികൾ തവിട് പൊടിയാകുന്ന പാതയാണ്. ഇതോർക്കുമ്പോൾ, ഈ ഒരു വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പല സംഭവങ്ങളുണ്ട്. അനേക വർഷത്തെ അനുഭവങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് സഹോദരങ്ങളെ. ബൈബിളിൽ നിന്നൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് നിങ്ങളുമായി പങ്കുവെക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10 തൊട്ട് 16 വരെയുള്ള തിരുലിഖിതങ്ങളാണത്. മോശയുടെ നേതൃത്വത്തിൽ
ഈജിപ്തിൽ നിന്ന് ലക്ഷോപലക്ഷം വരുന്ന ദൈവത്തിൻ്റെ ജനം പുതിയ കാനാൻ നാട് ലക്ഷ്യമാക്കി യാത്ര തിരിച്ച സംഭവമാണത്. ഫറവോയുടെ അടിമത്തത്തിൽ, കിരാതമായ അടിമത്തത്തിൽ അവിടെ ഇഷ്ടികച്ചുവളിൽ ഇഷ്ടിയുണ്ടാക്കി പൊറുതിമുട്ടി കണ്ണുനീരും കൊണ്ട് നിലവിളിച്ച് ദൈവസന്നിധിയിൽ അവരെ കണ്ണുനീരെത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം മോശയെയും അഹ്റോനെയും അവരുടെ നേതാക്കന്മാരായി വിമോചകരായി അയച്ചു. അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്ക് നയിക്കുക, ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ദൈവം അവരുടെ കൂടെ പ്രവർത്തിച്ചു. അങ്ങനെ അവരുടെ മേലാളന്മാരുടെ പീഡനം കാരണം ഒരു പൊറുതിയില്ലാതെ വാവിട്ട് നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി ദൈവസേന ചെന്നിട്ടാണ് ദൈവം അത്രയും ശക്തമായി ഇടപെട്ട് ഫറവോയുടെ ആ ഇരുമ്പ് നുക എടുത്ത് ഒടിച്ചു കളഞ്ഞ് ഈ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ ദൈവം കാനാൻ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മോശയുടെ നേതൃത്വത്തിൽ കാനാൻ നാട്ടിൽ ദൈവത്തിൻ്റെ വലിയ സന്തോഷം നിറഞ്ഞൊരു ജീവിതത്തിന് ലക്ഷ്യമാക്കി വലിയൊരു പറ്റം ജനം നീങ്ങുകയാണ്. അപ്പോഴാണ് മുമ്പിൽ ചെങ്കടൽ വന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെയായി. പുറകിൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ആരവത്തോടെ ഫറവോയുടെ സൈന്യം ഇരമ്പി അടിച്ചു വരികയാണ്. ഇതിന് രണ്ടിനും നടുവിൽ ഇവരിങ്ങനെ അസ്തപ്രജ്ഞരായി നിൽക്കുകയാണ്. ആ രംഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 10 തൊട്ട് 16 വരെ വാക്യങ്ങൾ. ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ട് വന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ. ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഈജിപ്തിൽ വെച്ച് തന്നെ ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു ഈ മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. നമുക്ക് അവരുടെ വാക്കും അവരുടെ പെരുമാറ്റം കണ്ടോ? ഇങ്ങനെ നമ്മൾ നല്ല മര്യാദയ്ക്കല്ല അവർ ഈ ടോണിൽ സംസാരിക്കുന്നത്. അവരുടെ ടോണ് വേറെയാണ്. ഒരു വല്ലാത്തൊരു വിരളി പിടിച്ചൊരു ടോണ്. അവരിങ്ങനെ മോശയോട് തട്ടിക്കയറുകയാണ്. ഇതൊരു തട്ടിക്കയറലാണത്. ഇതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ദൈവം പറഞ്ഞ കാര്യങ്ങളിലോ ദൈവം അവർക്ക് വേണ്ടി അയച്ച മോശയിലോ അഹ്റോനിലോ വിശ്വാസം ഇല്ല. അവരുടെ വാക്കുകൾ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ വാക്കുകളെ ആശ്രയിക്കാൻ പറ്റുന്നില്ല. അവരുടെ ഹൃദയം ദൈവത്തിൽ വിശ്വാസം ഉറയ്ക്കുന്നില്ല. മോശ അവരോട് പറഞ്ഞു, ഭയപ്പെടരുത്, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. പക്ഷെ ഇതൊന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയൊരു ഹൃദയം അവിടെ വേണ്ടേ? പാപത്തിൻ്റെ ആധിപത്യത്തിൽ ഇരിക്കുന്ന ഹൃദയമാണെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളെയും ദൈവത്തിൻ്റെ പരിപാലനയും വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയുകയില്ല. അതിനു മുമ്പ് എവിടെയെങ്കിലും എടുത്തു ചാടും. ദൈവം പറഞ്ഞു, ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. ഇത്ര ഉറപ്പ് കൊടുത്തിട്ടും കടന്ന് വിറക്കിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ഹൃദയം ഉറയ്ക്കുന്നില്ല. അവരുടെ ഹൃദയം ദൈവത്തിൽ ഉറയ്ക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിപാലനം അവരുടെ ഹൃദയം ആശ്രയിക്കാൻ പറ്റാത്ത വിധം ഹൃദയം കടന്ന് വിസ്ഫോടനത്തിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, മോശ ജനത്തെ അറിയിച്ചു. എന്നാൽ അതൊന്നും ഒരുപാട് പേര് അത് കേട്ട് ശാന്തരായി. അവർ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ തുടങ്ങി. ഞാനൊരു ഫിലിം കണ്ടത് ഓർമ്മിക്കുകയാണ്. ആ ഫിലിമിൽ കണ്ടത് ഇങ്ങനെയാണ്. മോശ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അതിനകത്ത് നല്ല കഴിവും നല്ല മിടുക്കും നല്ല സാമർഥ്യം ഉണ്ടായിരുന്ന കുറച്ച് പേര് അവർ പറഞ്ഞു, ഇവരുടെയൊക്കെ വാക്ക് കേട്ട് ആര് മുമ്പോട്ട് പോകും? ഇവർക്കൊക്കെ എന്തറിയാം? ഇവരൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ കഴിയുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്നെ അതിന് കിട്ടില്ല. കുറേ സാമർഥ്യക്കാർ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ മനുഷ്യൻ്റെ കൂടെ ഇനി യാത്രയില്ല. എത്തിയോളം വരെ എത്തി, പറ്റിയതൊക്കെ പറ്റി, ഇനി ഈ മനുഷ്യൻ്റെ കൂടെ യാത്രയില്ല. അവരൊരു ചെറിയ സംഘം ചേർന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ തിരിച്ച് ഈജിപ്തിലേക്ക് പോവുകയാണ്. മോശയും അഹ്റോനും പറഞ്ഞു, സഹോദരങ്ങളെ അങ്ങനെ പറയരുത്. ആ ചിത്രത്തിൽ കാണാം, അവർ പോകുമ്പോഴും മോശയും അഹ്റോനും ഇങ്ങനെ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്, അവരെ പോക്കും നോക്കിയിട്ട്.
ഇവർ നടന്ന് ഈ ജനത്തെ വിട്ടകന്നങ്ങോട്ട് പോയി. അവരുടെ ഉദ്ദേശം ഫറവോയുടെ അടുത്ത് ചെന്ന്, ഈ ഫറവോ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് അങ്ങോട്ട് ചെന്ന് ഫറവോയുടെ സൈന്യത്തിൻ്റെ അടുത്ത് നിന്ന് അഭയം തേടാമെന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ ഫറവോയുടെ സൈന്യത്തെ സമീപിക്കുന്ന രംഗമുണ്ട്. പക്ഷേ ഫറവോയുടെ സൈന്യം വിചാരിച്ച് ഇവരുള്ള ചാരന്മാരോ അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും ദുഷ്ടലാക്കോടെ വരുന്നതെന്ന് വിചാരിച്ച് അവരെല്ലാം മരുഭൂമിയിൽ വെട്ടിക്കൊന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് എത്താനും പറ്റിയില്ല, ജീവിക്കാനും പറ്റിയില്ല, ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനും പറ്റിയില്ല, അവർ വിചാരിച്ച പോലെ ജീവിക്കാനും പറ്റിയില്ല. അവർ നിഷ്ഠുരം കൊല ചെയ്യപ്പെട്ടു. ഇതായിരുന്നു പരിഭ്രാന്തി നിറഞ്ഞ രംഗത്ത് ഒരു കൂട്ടം സാമർത്ഥ്യക്കാരുടെ വെപ്രാളം കൊണ്ട് അവർക്ക് സംഭവിച്ചത്. ദൈവം മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. നിന്റെ വടി കയ്യിലെടുത്ത് കടലിന് മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തുകൂടെ കടന്നു പോകട്ടെ. തുടർന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഇസ്രായേൽ ജനത്തിന് മുമ്പേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടുന്ന് മാറി അവരുടെ പിമ്പെ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുമ്പിൽ നിന്ന് മാറി പിമ്പിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. ഇനി 24-25 വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? രാത്രിയിൽ ദൈവം തൻ്റെ വാക്കനുസരിച്ച് ഈ ജനത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം കാണുമെന്ന് പറഞ്ഞ് കർത്താവ് പ്രവർത്തിക്കുന്നതാണ് കാണുന്നത്. രാത്രിയുടെ അന്ത്യയാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്തുകാരുടെ സൈന്യത്തിന് നേരെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിശക്തമായ ദൈവിക ഇടപെടൽ കർത്താവ് ജനത്തിന് വേണ്ടി കൊടുത്ത ഒരു രാത്രിയാണത്. എന്നാൽ നീതിമാന്മാർക്ക് അതെല്ലാം വലിയ അനുഗ്രഹമായി, സന്തോഷമായി. ഒരുപാട് പേര് കാലിടറി വീണ രാത്രിയാണത്. അവർ തിരിച്ചുപോയി മരണം വരിച്ച രാത്രി, നശിച്ചു പോയ രാത്രി. ഒരു കാര്യം പറയുമ്പോൾ അതുപോലെ വിശ്വസിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു അൽഫോൻസ എന്ന് പറഞ്ഞൊരു കുട്ടി, ആ കുട്ടിയുടെ അനുഭവം പറഞ്ഞു. ദൈവം തൻ്റെ ദാസന്മാരിലൊരു കാര്യം പറഞ്ഞു, അത് അതുപോലെ വിശ്വസിച്ചു. ആ കുട്ടിയുടെ കണ്ണുനീരിൽ കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റി. നീതിമാന്മാർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്. ഒരു കൊച്ചു കുട്ടിയെ പോലെ അങ്ങോട്ട് വിശ്വസിച്ചു, അതുപോലെ ദൈവം പ്രവർത്തിച്ചു. എൻ്റെ പേര് അൽഫോൺസ ജോസഫ്. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ BS നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പഠനത്തിൽ തകർച്ചയുള്ള വ്യക്തിയായിരുന്നു. എത്ര പഠിച്ചാലും ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ എപ്പോഴും രാത്രി കിടന്ന് കരയുമായിരുന്നു. എൻ്റെ വീട്ടിൽ പോലും അറിയത്തില്ല, അതുപോലും ഞാൻ വിഷമിക്കുമായിരുന്നു. എനിക്കറിയത്തില്ല, ഒത്തിരി ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഇടയ്ക്ക് പോലും ഒത്തിരി ഞാൻ നാണം കെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ പഠനത്തിൽ ഭയങ്കര ബുദ്ധിമുട്ട്, പഠിക്കാൻ പറ്റുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല, തോൽവി, അതുകൊണ്ട് ഒരുപാട് നാണക്കേട്, മാനസിക വിഷമം, സങ്കടം. ഞാൻ എപ്പോഴും പഠിക്കുമായിരുന്നു. എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം, ഞാൻ ഒരുപാട് രാത്രികളിലൊക്കെ ഇരുന്ന് പഠിക്കും. പക്ഷേ ഒരുപാട് തലകുത്തി മറിഞ്ഞ് പഠിക്കും, രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കും, എന്നിട്ടും മാർക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ പരീക്ഷ എഴുതി നാട്ടിൽ വന്നപ്പോൾ കോട്ടയം മാന്നാനത്ത് അഭിഷേകാഗ്നി കൺവെൻഷൻ വന്നു. മാന്നാനം അഭിഷേകാഗ്നി നാട്ടിൽ വന്നപ്പോൾ മാന്നാനം അഭിഷേകാഗ്നി. എന്നിട്ട് അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് വേണ്ടി വരുന്ന പോലെ എനിക്ക് തോന്നി. ഈശോ എന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കി. അപ്പോൾ അച്ഛൻ ആ ശുശ്രൂഷയുടെ ഇടയ്ക്ക് മൈക്കിലൂടെ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കൾ അടുത്ത് നിൽക്കുന്ന മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അച്ഛൻ മൈക്കിൽ കൂടെ ഇവിടെ നിന്ന് പഠിക്കുന്ന മക്കൾക്ക് തടസ്സങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ പപ്പയായിരുന്നു എൻ്റെ കൂടെ വന്നിരുന്നത്. പക്ഷെ പപ്പ എൻ്റെ അടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ചേച്ചീനോട് നോക്കിയിട്ട് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എൻ്റെ മാതാപിതാക്കൾ എന്ന സ്ഥാനത്ത് ചേച്ചി എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ആ ചേച്ചിയുടെ കയ്യിൽ വലിയൊരു കുരിശിരിപ്പുണ്ടായിരുന്നു. ദൈവമേ, ആ ചേച്ചി നല്ല പ്രാർത്ഥന ചേച്ചിയാണ്. മുട്ടനൊരു കുരിശുമായിട്ടാണ് ആ ചേച്ചി പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നത്. എനിക്ക് തോന്നുന്നത് ബെനഡിക്റ്റൈൻ ക്രോസ് ആയിരിക്കും. വലിയ ഇരുമ്പിൻ്റെ ഒരു കുരിശ്, ബെനഡിക്റ്റിൻ്റെ ഒരു കുരിശ് കയ്യിലിരിപ്പുണ്ടായിരുന്നു. ആ ചേച്ചി ആ കുരിശ് തലയിലേക്ക് വെച്ച് അങ്ങ് പ്രാർത്ഥിച്ചു അല്ലേ? ആ ചേച്ചി, എനിക്ക് അറിയത്തില്ല, എൻ്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ കരഞ്ഞ് ആ ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
അപ്പോൾ അച്ഛൻ ഇങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച സമയത്ത്, ഈശോയെ വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ, പഠന തടസ്സങ്ങൾ മാറട്ടെ, എത്ര പഠിച്ചാലും മാർക്ക് കിട്ടാത്ത കുട്ടികളെ ഇപ്പോൾ തന്നെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അച്ഛൻ ആൾക്കാരെ ഇങ്ങനെ ഓരോ കുട്ടികളുടെ ഓരോ വേദന പറഞ്ഞ് ഇങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ തല തൊട്ട് കാല് വരെ വൈബ്രേറ്റ് ചെയ്യുക. എനിക്ക് നിർത്താൻ പറ്റുന്നില്ലാത്ത പോലെ വൈബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയം വരെ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു, ഭയങ്കര ദുഃഖമായിരുന്നു. എത്ര പഠിച്ചാലും ജയിക്കില്ല, ഞാൻ തോറ്റുപോയുള്ളൂ, ഇത്രയും പൈസ മുടക്കിയത് വെറുതെ ആയി, വീട്ടുകാർക്ക് ഭാരമായുള്ളൂ, ഇങ്ങനെ വിഷമവും നിരാശയും തന്നെയാണ് എപ്പോഴും വരണത്. കാരണം തോൽവി. എന്നിട്ട് അപ്പോൾ ഈ സംഭവം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടി. അതുപോലെ പ്രത്യാശയായി, മനസ്സിന് ബലമായി, ധൈര്യമായി, സന്തോഷമായി. എന്നിട്ട് എനിക്ക് ജയിക്കാൻ പറ്റും, എന്നെക്കൊണ്ട് എല്ലാം സാധിക്കും, എൻ്റെ ഈശോയിൽ എനിക്ക് എല്ലാം സാധിക്കും, ഞാൻ ജയിക്കുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസം കിട്ടി. പിന്നെ എഴുതിയ എല്ലാ എക്സാമും ഭയങ്കര അത്ഭുതകരമായ മാർക്കില്, നല്ല മാർക്കോട് ഇതുവരെ പിന്നെ തോറ്റിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കുട്ടിയുടെ നോക്കിയിട്ട് ഹ്യൂമൻ സിറ്റുവേഷൻ, എത്ര പഠിച്ചാലും എത്രമാത്രം നോക്കിയാലും ജയിക്കുന്നില്ല, മാർക്ക് കിട്ടുന്നില്ല, ആർക്കും സഹായിക്കാൻ പറ്റുന്നില്ല. നിരാശ, സങ്കടം, മനപ്രയാസം, ആകുലത, ഉത്കണ്ഠ, എല്ലാ തരത്തിലുള്ള ഭാരങ്ങളും വന്ന് മൂടി. മാതാപിതാക്കന്മാരോടൊന്നും പറയാൻ, വീട്ടിലൊന്നും ശരിക്കും എങ്ങനെ വിവരിക്കണത്? ഇതിങ്ങനെ കടന്ന് വിഷമിക്കുന്ന സമയത്താണ് അത് ആ വചനം ഒരു കൺവെൻഷൻ ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ അതാണ് ആ കുട്ടിയുടെ നിഷ്കളങ്കത. ദൈവത്തിൻ്റെ പരിപാലന അനുഭവിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടിയുള്ള കൺവെൻഷനാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ വലിയൊരു ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. പിന്നെ കൺവെൻഷൻ സമയത്ത് പറഞ്ഞ ഓരോ വാക്ക് അദ്ദേഹം സ്വീകരിക്കുകയാണ്. തലയെ കൈവച്ച്, അടുത്തുള്ളവരെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന സ്വീകരിക്കുന്നു. ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു എന്ന അനുഭവത്തിൽ ആ കുട്ടി അതുകൊണ്ട് സ്വീകരിക്കുകയാണ്. ആ കുട്ടിക്ക് അതൊരു അനുഗ്രഹമായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാമാൻ്റെ കാലത്ത് ഇസ്രായേൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ സിറിയക്കാരനല്ലാതെ, നാമാനല്ലാതെ ആരും സൗഖ്യം പ്രാപിച്ചില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആരാണോ കർത്താവിൻ്റെ വഴിയിൽ, കർത്താവിൻ്റെ ആത്മാവിനെ വിശ്വസിക്കുന്നത്, കർത്താവിനെ അംഗീകരിക്കുന്നത്, അവർക്ക് കർത്താവിൻ്റെ മാർഗ്ഗം ഋജുവാണ്. പാപികൾ കർത്താവിൻ്റെ വഴിയിൽ കാലിടറി വീഴും. വിശുദ്ധ ലിഖിതത്തിൽ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ശിമയോൻ പറഞ്ഞു, ഗുരോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. എന്നതിൻ്റെ അർത്ഥം, അതായത് യേശു കടൽ തീരത്തേക്ക് വന്നപ്പോൾ കുറേ മത്സ്യക്കാർ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടാതെ വലയെല്ലാം കഴുകിയെടുത്ത് പിറ്റേ ദിവസത്തിന് റെഡിയാക്കുകയാണ്. അപ്പോഴാണ് ശിമയോൻ്റെ വള്ളത്തിൽ കയറിയിരുന്ന് യേശു അങ്ങോട്ട് പ്രസംഗം തീർന്നപ്പോൾ യേശു പറഞ്ഞു, വള്ളം ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വലയിറക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ശിമയോൻ പറഞ്ഞത്, ഗുരോ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, ഈ കടലിൽ ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഒന്നുമില്ല, പണ്ടൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല, വെറുതെയാ. ഇങ്ങനത്തെ വിഷമവും സങ്കടവും വേദനയും നിരാശ എല്ലാം ശിമയോൻ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇതാണ് നേർപാത. ദൈവം, അല്ലെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ഇത് ദൈവപുത്രനാണെന്നുള്ള വലിയ അരുളപ്പാടോ വലിയ മാലാഖമാരുടെ ചിറകടിയോ ഒന്നുമില്ല. ഈ ശിമയോന് യേശുവായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ പറയുകയാണ്, ദൈവത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം പറയുന്നത്, ഓക്കെ, ഇത് ദൈവത്തിൻ്റെ സ്വരം തന്നെ, ഞാൻ വലയിറക്കാം. പറയുന്നത് എങ്ങനെയാണ്? വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ, എ ബിഗ് ക്യാച്ച്, വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്നവരെ കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് വിളിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുകോളം, ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും കിട്ടാത്തത്ര വലിയ ഒരു മീൻപിടുത്തം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് ദൈവത്തിൻ്റെ വാക്കുകളെ, ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തെ ആശ്രയിക്കുന്ന നിഷ്കളങ്ക ജീവിത രീതി. വലിയ സാമർത്ഥ്യം, വലിയ ബുദ്ധി, വലിയ കഴിവ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വഴികളിൽ നടന്നാൽ അത് ഒരു പക്ഷേ അനുഗ്രഹമായിരിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ എല്ലാ അവസ്ഥകളെയും വിജയിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. വേറൊരു വാക്കി പറഞ്ഞാൽ, ദൈവം പ്രവർത്തിച്ച് ദൈവം അനുഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയമാകുന്നത്. അതാണ് 127-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം. 127-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യം, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ
പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ആരാധനയിൽ കർത്താവിനെ ആശ്രയിക്കാനുള്ള ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയം കരഞ്ഞു പ്രാർത്ഥിക്കണം. നമുക്ക് അനവധി നാളുകളായി വചനം കേട്ട് ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഒരു മന്നിപ്പ് വന്ന് ദൈവത്തെ വിശ്വസിക്കാനും ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമെന്ന് പൂർണ്ണമായി അംഗീകരിക്കാതെ ഇരിക്കുന്നൊരവസ്ഥയ്ക്കുണ്ട്. അത് മാറി എൻ്റെ ദൈവത്തിൽ പൂർണ്ണമായും ശരണപ്പെടുന്നൊരവസ്ഥ, ഒരു പൂർണ്ണമായും ആശ്രയിക്കുന്നൊരവസ്ഥയുണ്ടാകണം. അതിനുവേണ്ടി ഇപ്പോൾ ഈശോയോട് ഒത്തിരി പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് നമ്മുടെ പഴയ ഹൃദയമൊക്കെ മാറി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു നല്ലൊരു ഹൃദയം ഉണ്ടാകണം. ദൈവത്തിൻ്റെ രക്ഷാകൃത്യം കാണാൻ ദൈവത്തെ ആശ്രയിച്ച് ഉറച്ചു നിൽക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കണം. ആ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കണ്ടു, അവർ പ്രാർത്ഥിച്ചു, അതിനുശേഷം മോശയ്ക്ക് നേരെ കലാപം ഉയർത്തി. അതല്ല, എന്താ ഇതിൻ്റെ കാര്യം? പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമെന്നവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ ആഴത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മുറുകെ അള്ളിപ്പിടിക്കുന്നൊരവസ്ഥ ഉള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയം വലിയ അനുഗ്രഹം കർത്താവ് ചൊരിയും. 2 കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. കത്തി കത്തി പടരട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ, അഭിഷേകത്തിൻ ജ്വാലകളാൽ ഭൂതലമാകെ നിറയട്ടെ. ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, ആഗതമാകട്ടെ വേഗം പുതിയ ബന്ധക്രിസ്ത, പുതിയ ബന്ധക്രിസ്ത. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ, എത്ര കാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ, എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ.